ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഡെറാഡൂണിലെത്തിയതായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അവിടെ നിന്ന് വീണ്ടും യാത്ര തുടർന്നു. യാത്ര ഇന്ന് നൈനിറ്റാൾ കൂടി പോകണമെന്നാണ് വിചാരിച്ചിരുന്നത് ഷിംലയ്ക്ക്. പക്ഷേ അവിടെ ഭയങ്കര മഴയായത് കാരണം, ലാൻഡ് സ്ലൈഡിംഗ് ഒക്കെ ഉള്ള കാരണം നമ്മൾ അതൊന്ന് റൂട്ട് മാറ്റി അവിടെ നിന്ന് മുസോറി, ഉത്തരാഖണ്ഡിൻ്റെ ഡെറാഡൂണിലെ മുസോറി എന്ന് പറഞ്ഞ പട്ടണം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. പ്രാധാന്യമുള്ള ഒരു പട്ടണം കൂടിയാണത്. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഡെറാഡൂൺ ജില്ലയിലെ ഡെറാഡൂൺ നഗരത്തിലെ ചെറിയൊരു ഹിൽ സ്റ്റേഷനാണ് മുസോറി. പർവ്വതനിരകളുടെ താഴ്വരയിലാണ് ഈ ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഒരു വലിയ സൈനിക കൻ്റോൺമെൻറ്റ് ഇവിടെ ഉണ്ട്. ഈ മുസോറിയെ പർവ്വതങ്ങളുടെ താഴ്വരയിലായതിനാൽ ഇത് കുന്നുകളുടെ രാജ്ഞി എന്നും മുസോറിക്ക് വിളിപ്പേരുണ്ട്. വേനൽക്കാലത്തും അതുപോലെ തന്നെ ശീതകാലത്തും കേന്ദ്രീകരിച്ചിരിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് മുസോറി. യമുന താഴ്വാരത്തിൽ പ്രശസ്തമായ ക്ഷേത്രമാണ് ഭദ്രരാജ ക്ഷേത്രം. കൃഷ്ണൻ്റെ സഹോദരൻ ബലരാമനാണ് ഇതിലെ പ്രതിഷ്ഠ. ഇതും ഇവിടെ തന്നെയുള്ളതാണ്. നമ്മളിന്ന് ഒത്തിരി ഹിൽ സ്റ്റേഷനിലൂടെയാണ് പോകുന്നത്. നല്ല പർവ്വതനിരകൾ, ഈ താഴ്ത്ത് കാണുന്നതാണ് നമ്മുടെ ഡെറാഡൂൺ ടൗൺ. അവിടുന്ന് നമ്മൾ വീണ്ടും ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഷിംലയ്ക്കാണ് നമുക്ക് പോകേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ ദലൈ ഹിൽസ് മസൂറി എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷൻ കൂടിയുണ്ട്. ദലൈ ഹിൽസ് മസൂറിയും ഹാപ്പി വാലിയും മസൂറിയിലെ ഏറ്റവും ആകർഷവും മനോഹരവുമായ രണ്ട് സ്ഥലങ്ങളാണ്. ഹാപ്പി വാലിയിൽ ഒരു ടിബറ്റൻ ക്ഷേത്രവുമുണ്ട്. ഇവിടെ കുറച്ച് ടൂറിസ്റ്റുകളെയൊക്കെ കണ്ട കാരണം ഞാനൊന്ന് നിർത്തി നോക്കിയതാണ്. ഒന്നും അത്ര പ്രാധാന്യമായി ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും യാത്ര തുടരുകയാണ്. ഇവിടെ അടുത്തുള്ള ഒരു ചെറിയൊരു ദോശ എക്സ്പ്രസ് എന്ന് പറഞ്ഞ കടയിൽ പോയി ആളൂ റോട്ടി, ഉരുളക്കിഴങ്ങെല്ലാം വെച്ച് ആളൂ റോട്ടിയും അതും ഒരു ബട്ടറൊക്കെ പുരട്ടി നമുക്ക് നല്ല ചട്നിയും ഒക്കെ കൂട്ടി അവർ 2 ദോശ കഴിച്ചു. അവിടുന്ന് വീണ്ടും ഈ ഹിമാലയൻ താഴ്വരയിലെ കൂടെയുള്ള യാത്രയാണ്. ചെറിയ മഴക്കാരൊക്കെ ഉള്ളത് കാരണം ചെറിയ തണുപ്പൊക്കെ അനുഭവിക്കുന്നുണ്ട്. നല്ലൊരു ക്ലൈമറ്റിലൂടെയാണ് യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ബോർഡിംഗ് സ്കൂളുകളിൽ ഒന്നായ വുഡ്സ്റ്റോക്ക് ഇൻ്റർനാഷണൽ സ്കൂൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിൽ ഈ ഇൻ്റർനാഷണൽ ഫേമസ് സ്കൂളുകളിൽ സൗത്ത് ഇന്ത്യയിലും 2 എണ്ണമുണ്ട്. ഒന്ന് കൊടൈക്കനാലിലെ ഇൻ്റർനാഷണൽ സ്കൂൾ, മറ്റൊന്ന് ഊട്ടിയിലെ ഹൈബ്രോൺ സ്കൂൾ. ഇതും ഈ ഉന്നത നിലവാര പട്ടികയിൽപ്പെടുന്നതാണ്. ഇവിടെ ഒന്നും വണ്ടിമേൽ നിന്ന് ഇറങ്ങിയില്ല, ചെറിയ വ്യൂ ഒക്കെ ഒന്ന് കണ്ടതാണ്. ടൂറിസ്റ്റുകളൊക്കെ കപ്പിൾസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. നമുക്ക് ഷിംലയ്ക്ക് എത്താൻ പറ്റുമോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് യാത്ര. ഇവിടെ സംഗതി കുറച്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ യാത്രയെങ്കിലും ഡെറാഡൂണിൽ നിന്ന് വെറും 38 കിലോമീറ്റർ ഉള്ളൂ മുസോറിയിലേക്ക്. മുസോറിയിൽ നിന്ന് ഷിംലയ്ക്ക് ഒരു 280ഓളം കിലോമീറ്റർ ഉണ്ട്. ഇവിടെ ഈ വളഞ്ഞു പുളഞ്ഞ റോഡ് ആയത് കാരണം നമുക്ക് അധികം വേഗതയിലൊന്നും പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇതിനടുത്തുള്ള ഒരു നഹാൻ എന്ന് പറഞ്ഞ ഒരു പട്ടണത്തെപ്പറ്റി ഞാൻ കേട്ടറിഞ്ഞു. ഷിംലയിലാണ് ആ പട്ടണം. അവിടെ രാത്രി തങ്ങണമെന്നാണ് കരുതുന്നത്. മുസോറിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഇങ്ങനെ പറയുമ്പോൾ ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, പക്ഷേ ഇതാണ് നമ്മുടെ നാട്ടിലെ
IAS ഓഫീസർമാരെയും IPS ഓഫീസർമാരെയും അതുപോലെ തന്നെ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസും മറ്റ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കും ഒക്കെയുള്ള പ്രധാന പരിശീലന കേന്ദ്രം, ആ പരിശീലന കേന്ദ്രവും ആ പരിശീലന സ്ഥാപനവും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ഈ മുസോറിയിൽ. ഇവിടെ നിന്ന് ഡൽഹിയിലേക്കും പ്രധാന നഗരങ്ങളിലേക്കും റോഡ് മാർഗം മുസോറി ബന്ധപ്പെട്ട് കിടക്കുന്നു. നല്ല മനോഹരമായ കാഴ്ചകളാണ്. താഴത്തൊക്കെ നല്ല സൈഡ് വ്യൂ ഒക്കെ ഉണ്ട്. ഹിമാലയൻ മലനിരകളിലൂടെ അങ്ങനെ ചെറു തണുപ്പ് കാറ്റേറ്റ് അങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബ്രിഡ്ജിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ബ്രിഡ്ജ് ഇതിൻ്റെ ടോപ്പിലേക്ക് വരുമ്പോൾ ഇവിടെ നിറച്ച് കാർ പാർക്കിങ്ങിനൊക്കെയുള്ള സൗകര്യം ചെയ്തു കൊടുത്തിരിക്കുന്ന ഒരു ബ്രിഡ്ജാണ്. പാർക്കിംഗ് സൗകര്യം അത് നല്ലൊരു സിസ്റ്റമായി എനിക്ക് തോന്നി. ഇതിനുള്ളിലൂടെ നമ്മൾ അങ്ങനെ സഞ്ചരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇതാണത്. യമുനോത്രി, ഗംഗോത്രി പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലേക്കുള്ള ഗേറ്റ് വേ എന്നാണ് മുസോറി പട്ടണത്തെ അറിയപ്പെടുന്നത്. മുസോറിയിൽ കാംപ്റ്റി വെള്ളച്ചാട്ടവും ഉണ്ട്. പിക്നിക് അനുയോജ്യമായ ഒരു മനോഹര വെള്ളച്ചാട്ടം കൂടിയാണിത്. സമുദ്രനിരപ്പിൽ നിന്ന് 6580 അടി ഉയരത്തിലാണ് ഈ മുസോറി സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ മുസോറി എന്ന കൊച്ചു പട്ടണത്തിലേക്ക് കയറിയിരിക്കുകയാണ്. എല്ലാ പട്ടണത്തിലെയും പോലെ ഇവിടെയും ചെറിയ വാഹനത്തിരക്കൊക്കെ ഉണ്ട്. റോഡിന് അടുത്തതായി തന്നെ ഒരു പെട്രോൾ പമ്പും ചെറിയ ഇടുങ്ങിയ വഴിയും ഇരുവശവും കച്ചവട സ്ഥാപനങ്ങളുമെല്ലാം നമ്മുടെ നാട്ടിലെ പോലെ തന്നെ വടക്കേന്ത്യൻ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലുള്ള പട്ടണങ്ങളെ പോലെ തന്നെയും മുസോറിയും അങ്ങനെ തന്നെ ഒത്തിരി വലിയ ഒരു പട്ടണമൊന്നുമല്ല ഇത്. ചെറിയ ഒരു പട്ടണമാണ് മുസോറി. ഇന്ന് മുസോറിയിൽ നിന്ന് 130 കിലോമീറ്റർ കഴിയുമ്പോൾ നഹാൻ എന്ന ചെറിയൊരു പട്ടണമുണ്ട്. അവിടെ കൂടണമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ 130 കിലോമീറ്റർ തന്നെ യാത്ര 4 മുതൽ 5 മണിക്കൂർ വരെ നീളുന്നതാണ്. ഹിൽ സ്റ്റേഷൻ നമ്മൾ വിചാരിക്കുന്ന പോലെ യാത്ര സ്പീഡിൽ ചെയ്യാൻ സാധിക്കില്ല. വീണ്ടും ഈ മുസോറി ടൗണിൽ ഒരു ചെറിയ ബ്ലോക്കിൽ നമ്മൾ പെട്ടിരിക്കുകയാണ്. ശിവാലിക് പർവ്വതനിരകളുടെ താഴ്വാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശിലെ ഒരു ഹിൽ സ്റ്റേഷനാണ് ഈ നഹാൻ. ഡെറാഡൂണിൽ നിന്ന് മുസോറി എത്തിയപ്പോൾ 11 മണി ആയിട്ടുണ്ടായിരുന്നു. തണുപ്പുണ്ട്, മഴയായ കാരണം കോടയുമുണ്ട്. അങ്ങനെ ഇതാണ് മുസോറി ബസ് സ്റ്റാൻഡ്. ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബൈക്കിൽ കപ്പിൾസുകളെല്ലാം ചീറിപ്പായുന്നു. അവിടെ ഇവിടെയൊക്കെ യുവമിഥുനങ്ങൾ നടക്കുന്നതും നമുക്ക് കാണാം. ഇവിടെ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഇവിടെ മൺസൂൺ. ഈ മൺസൂൺ സീസണിൽ ഇവിടുത്തെ റോഡുകളിലെല്ലാം മൂടൽമഞ്ഞ് നിറയുന്നുണ്ട്. ഈ കാലങ്ങളിൽ യാത്ര ദുഷ്കരമാണ്. സെപ്റ്റംബർ മുതൽ നവംബർ വരെ തണുത്ത കാലാവസ്ഥയോടെ മികച്ച യാത്രാ സമയം അതാണ് എന്നാണ് എനിക്ക് തോന്നിയത്. മൺസൂൺ യാത്ര ഒഴിവാക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് ഈ മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ നല്ല തണുത്ത കാലത്ത്, അതായത് ശീതകാലത്ത് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ മൂടൽമഞ്ഞ്, അതേപോലെ തന്നെ സ്നോഫോളൊക്കെ ഉണ്ടാവുന്ന ഒരു സമയവുമാണ്. മുമ്പിലുള്ള 2 ബൈക്കുകാർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ റൈഡേഴ്സിനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കും. അവർ റൈഡർമാരൊന്നല്ല, പക്ഷേ നമ്മുടെ കേരള രജിസ്ട്രേഷൻ വണ്ടി കണ്ടപ്പോൾ ശ്രദ്ധിക്കുന്നു എന്ന് മാത്രം. ഇവിടെയും ബ്ലോക്ക് നല്ലതുപോലെയുണ്ട്. ഈ ബ്ലോക്കിലൂടെ അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. പ്രത്യേകിച്ച് വൈകുന്നേരത്തെ
ആ സമയങ്ങളിൽ ഇവിടെ യാത്ര ഒഴിവാക്കുന്നതാണ് നല്ലത്. കോട കൂടുതൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ പെട്രോൾ പമ്പുകളും കുറവാണ് ഈ ഡെസ്റ്റിനേഷനുകളുടെ ഇടയിലൊക്കെ. അതുകൊണ്ട് നമ്മുടെ ടാങ്കുകളെല്ലാം പെട്രോൾ ടാങ്ക് ഫില്ലാക്കി തന്നെ യാത്ര മുന്നോട്ട് പോകുന്നതാണ് ഈ പ്രദേശങ്ങളിലെല്ലാം നല്ലത്. ഇവിടെ കുറച്ചങ്ങോട്ട് മാറിയാൽ മാൾ റോഡ്, കച്ചവടശാലകളും കഫേകളും താഴ്വാരത്തിൻ്റെ ദൃശ്യമൊക്കെ കാണാവുന്ന ഒരു റോഡുണ്ട്, മാൾ റോഡ്. പക്ഷേ ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല. എനിക്ക് സമയം പരിമിതിയുള്ള കാരണം ഇവിടെ ഒരു സൈഡിൽ വണ്ടി ഒതുക്കി വെച്ച് ഇവിടുത്തെ ചെറിയ ഈ താഴ്വാരത്തിൻ്റെ ദൃശ്യങ്ങളൊന്ന് കണ്ട് കുറച്ച് നേരം ഇവിടെ ഒന്ന് റെസ്റ്റ് എടുത്ത് യാത്ര തുടരാമെന്ന് വിചാരിച്ച് ഇവിടെ ഒന്ന് മാറി നിൽക്കുന്നതാണ്. ഇങ്ങനെ സൈഡിലെല്ലാം ഇതുപോലെ തന്നെ താഴ്വാരത്തേക്ക് ഉള്ള ഭാഗങ്ങളിൽ വീടുകളുടെ മുകൾ ഭാഗമോ അല്ലെങ്കിൽ ഷോപ്പിൻ്റെ മുകൾ ഭാഗമോ പില്ലർമേൽ പണിത് അതിൽ ഒരു റൂഫ് ടോപ്പ് സെറ്റ് ചെയ്ത് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യുന്നതിനും അത്യാവശ്യം ആൾക്കാർക്ക് നിൽക്കുന്നതിനൊക്കെയുള്ള ഒരു ഇടം തയ്യാറാക്കിയിട്ടുണ്ട്. ഇതെല്ലാം കണ്ട് ഹിമാലയൻ താഴ്വരയുടെ ഈ ഭംഗിയെല്ലാം ആസ്വദിച്ച് വീണ്ടും ഇവിടെ നിന്ന് ഒരു ചായയെല്ലാം കുടിച്ച് ഇവിടെ നിന്ന് വീണ്ടും യാത്ര തിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. അതുപോലെ തന്നെ ഈ ഏകാന്ത യാത്രയുടെ അനുഭവങ്ങൾ മറ്റുമാരുമായും ഒരിക്കലും ഷെയർ ചെയ്യേണ്ടതില്ലാത്ത വലിയൊരു സമ്പാദ്യവുമാണ് സോളോ ട്രിപ്പ്. ഈ വഴിയിൽ കുറച്ച് നല്ല ഭംഗിയുള്ള കുരങ്ങന്മാരിയ്ക്കുന്നുണ്ട്. അവർക്ക് യാത്രക്കാർ കൊടുക്കുന്ന ഭക്ഷണപ്പൊതികളുമായി അവർ അവിടെ ഒതുങ്ങിക്കൂടിയിരിക്കുന്നു. നമ്മൾ ഹോളൊന്നും അടിച്ചിട്ടൊന്നും റോട്ടിൽ നിന്ന് അവർ മാറാൻ തയ്യാറല്ല. നമുക്ക് ഇന്നത്തെ യാത്രയും ഈ സൈഡ് സീനൊക്കെ കണ്ട് വീണ്ടും ഈ നഹാൻ എത്തുന്നത് വരെ, പ്രത്യേകിച്ച് ഈ വാരി മാത്രമേ നമുക്ക് കാണാനുള്ളൂ. അതുകൊണ്ട് നമുക്ക് വീണ്ടും യാത്ര തുടങ്ങാം. ഓരോ ട്രിപ്പുകളും നമുക്ക് ഓരോരുത്തരെയും ആത്മവിശ്വാസത്തെ റീചാർജ് ചെയ്യുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പഠിക്കുന്ന കാലത്ത് നമ്മൾ ഹൃദ്യസ്ഥമാക്കിയ അല്ലെങ്കിൽ മനഃപ്പാഠമാക്കിയ ചരിത്രനാമങ്ങൾ, കൊട്ടാരങ്ങൾ, കോട്ടകൾ, പുതിയ മനുഷ്യർ, അപൂർവ കാഴ്ചകൾ, രുചികൾ, അതുപോലെ തന്നെ യാത്ര കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയാലും അവ ഓരോന്നായും മനസ്സിൽ നമുക്ക് തെളിഞ്ഞുകൊണ്ടേയിരിക്കുന്ന അനുഭവങ്ങളുമായാണ് യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സഞ്ചാരത്തിലൂടെ നമുക്ക് വന്നു ചേരുന്ന സന്തോഷത്തിനും അറിവുകൾക്കും പകരം വയ്ക്കാൻ ഈ ലോകത്ത് വേറെ ഒന്നിനുമാവില്ല എന്ന ഒരു അനുഭവം കൂടിയും എനിക്ക് പങ്കുവയ്ക്കാനുണ്ട്. അനുഭവങ്ങളിൽ നിന്ന് തിരുത്തിയും പുതിയ പരീക്ഷണങ്ങൾ നടത്തിയുമാണ് യാത്രകൾ സുന്ദരവും രസകരവുമായി വേറിട്ടതുമായി നമുക്ക് മാറ്റുവാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ ഇങ്ങനെയുള്ള സോളോ ട്രിപ്പിൽ എപ്പോഴും നമ്മൾ മലയാളികൾ ഒത്തിരി ഡ്രസ്സെല്ലാം എടുക്കാറുണ്ട്. അത് നമ്മൾ വളരെയധികം കുറവേ എടുക്കാൻ പാടുള്ളൂ. ലെസ് ലഗേജ് മോർ കംഫർട്ടബിൾ എന്നത് മനസ്സിലുണ്ടാവണം. അപ്പോൾ നമുക്ക് വളരെ ചെറിയ ലഗേജുമായി ഈ യാത്ര മുന്നോട്ട് പോകാം. എവിടെയെങ്കിലും ടെൻ്റ് അടിച്ചോ അല്ലെങ്കിൽ റൂമിലൊക്കെ അത്യാവശ്യം വാഷ് ചെയ്ത് ഉണങ്ങിയോ അല്ലാതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ നമുക്ക് ഒത്തിരി ലഗേജ് ഇല്ലാതെ മുന്നോട്ട് പോകാമെന്നാണ് എനിക്ക് ഈ യാത്രയുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായ മറ്റൊരു കാര്യം. ഞാൻ ഈ പറയുന്ന യാത്രാനുഭവങ്ങൾ നിങ്ങൾക്കായി എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒരു മുതൽക്കൂട്ടാവാം. ചിലപ്പോഴെങ്കിലും അത് ഒരു വഴികാട്ടിയും ആവാം എന്ന് ഞാൻ കരുതുന്നു. ധൈര്യമായി നിങ്ങൾ യാത്ര പോകൂ. ഈ ഇന്ത്യയെ മനസ്സിലാക്കൂ, മനുഷ്യരെ മനസ്സിലാക്കൂ, സംസ്കാരത്തെ മനസ്സിലാക്കൂ. നമുക്ക് യാത്ര തുടർന്നുകൊണ്ടേയിരിക്കാം. എൻ്റെ ഈ യാത്ര അടിപൊളി എന്ന് പറയാൻ പറ്റില്ല. തീർച്ചയായും അഡ്വഞ്ചർ യാത്രയാണ്. ശരിക്കുള്ള ജീവിതം കണ്ടുകൊണ്ട്, അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട്, പ്രകൃതിയെ ആസ്വദിച്ചുകൊണ്ട്, അഡ്വഞ്ചറിൻ്റെ ത്രിൽ നുകർന്നുകൊണ്ട് ഞാൻ തന്നെ ആശ്ചര്യപ്പെട്ടുകൊണ്ടാണ് ഈ യാത്ര മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.
യാത്ര ഇന്ന് ഇവിടെ ഈ ഹിമാചൽ പ്രദേശിലെ ഒരു കൊച്ചു പട്ടണം നഹാൻ എന്ന് പറഞ്ഞ ഈ പട്ടണത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് ഇവിടെ ഈ പട്ടണത്തിൻ്റെ ഈ റോഡ് സൈഡിൽ തന്നെയുള്ള ഹിൽസ് വാലി നഹാൻ എന്ന ഒരു ഹോട്ടലിലാണ് ഇന്നത്തെ എൻ്റെ താമസം. നമുക്കിപ്പോൾ ഈ ഹോട്ടൽ കാണാൻ പറ്റും. ഈ സ്ട്രീറ്റിൽ കൊച്ചു കൊച്ചു ഷോപ്പുകളെല്ലാം ഉണ്ട്. ഭക്ഷണ പദാർത്ഥങ്ങൾ വിൽക്കുന്ന കടകളുണ്ട്, സ്വീറ്റ്സ് വിൽക്കുന്ന കടകളുണ്ട്. അപ്പോൾ തൊട്ടപ്പുറത്ത് പോയി കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഇതാണ് ഞാൻ താമസിക്കുന്ന ഹോട്ടൽ ഹിൽ വ്യൂ എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. ഇവിടെയും ഈ ചെറിയ കല്ല് വിരിച്ച ഈ റോട്ടിലൂടെയും വാഹനങ്ങൾ പോകുന്നുണ്ട്. ഇവിടെയും ബ്ലോക്കുണ്ട്. ഇന്ന് ഇവിടെ താമസിച്ച് നാളെ എൻ്റെ ഈ യാത്രയുടെ 13ാമത്തെ സംസ്ഥാനമായ ഹിമാചൽ പ്രദേശിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഹിമാചൽ പ്രദേശിൻ്റെ തലസ്ഥാനമായ ഷിംലയിലാണ് നാളെ എൻ്റെ യാത്ര എത്തുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്കിത് വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ ഹിൽ വ്യൂ ഹോട്ടലിലേക്ക് ഞാൻ മടങ്ങുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.